ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഓണത്തിന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഒരു പച്ചടിയുടെ റെസിപ്പിയാണ്. വേറെ ഒന്നും വെച്ചല്ല, നമ്മുടെ ബ്രിഞ്ചാൾ ഉണ്ടല്ലോ, ബ്രിഞ്ചാൾ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള പച്ചടി ഉണ്ടാക്കാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. നമ്മുടെ ഓണം സ്പെഷ്യൽ വഴുതനങ്ങ പച്ചടി ഉണ്ടാക്കാനായിട്ട് ഇതുപോലുള്ള പച്ച വഴുതനയാണ് എൻ്റെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് റൗണ്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഏത് വഴുതനങ്ങ വേണമെങ്കിലും എടുക്കാം. പക്ഷേ ഇങ്ങനെ ഒന്നും കട്ട് ചെയ്യാൻ ഇതാണല്ലോ ഈസി. അതുകൊണ്ടാണ് ഈ ഒരു വഴുതനങ്ങ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഇതെല്ലാം ഒന്ന് ഇതുപോലൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. വഴുതനങ്ങ എല്ലാം ഇതുപോലൊക്കെ റൗണ്ടായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലൊക്കെ പച്ചമുളക് കൂടെ നമുക്ക് ഇതിനകത്തോട്ടൊന്ന് അരിഞ്ഞിടണം. ഞാനിപ്പോൾ ഒരു 3 പച്ചമുളക് ഇതുപോലൊക്കെ അരിഞ്ഞിടുവാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊന്നിട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഇതുപോലൊക്കെ ഇളക്കി വെക്കാം. ഞാൻ ഇതിനകത്ത് വേറെ മസാലകളൊന്നും ചേർക്കുന്നില്ല. നമ്മുടെ ആ ഒരു പച്ചടിക്ക് ഒരു തനതായിട്ടുള്ള ഒരു വൈറ്റ് കളർ ഉണ്ടല്ലോ, നമ്മുടെ ബീട്രൂട്ടും നല്ല പംകിൻ പച്ചടിക്ക് മാത്രമേ ഉള്ളൂ കളർ വ്യത്യാസമുള്ളൂ. ബാക്കി എല്ലാത്തിനും അതിൽ വെള്ള കളറാണെന്നല്ലോ. അപ്പോൾ ആ ഒരു കളർ നിൽക്കട്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇൻ കേസ് മസാലയൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇതിനെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇതിൻ്റെ അരപ്പൊക്കെ ഒന്ന് റെഡിയാക്കാം. പച്ചടിയുടെ അരപ്പ് തയ്യാറാക്കാനായിട്ട് ഇതുപോലൊക്കെ ഞാൻ ഒരു 3/4 കപ്പോളം തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഒന്നിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ പച്ചമുളക് 2 എണ്ണം എരിവനുസരിച്ച്. ഇത് അധികം എരിവില്ലാത്തതാണ്, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും 2 പച്ചമുളകോട് ആഡ് ചെയ്യുന്നത്. ഞാൻ അടുത്ത ഇതിലേക്ക് ഇത്രയും ഒരു 1/4 ടീസ്പൂൺ പോലും ഇല്ല, അതിനെക്കാട്ടി കുറവ് ജീരകം, നമ്മുടെ ചെറിയ ജീരകം ക്യുമിൻ സീഡ്, അതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളമോട് ചേർത്ത് അതുപോലെയൊക്കെയാണ് അരച്ചെടുത്തിട്ടുണ്ട്. കടുക് ഇട്ടതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒത്തിരി ഫൈനായിട്ടൊന്നും അരയേണ്ട, ജസ്റ്റ് ആ കടുകൊന്ന് പൊട്ടണം, അത്രയേ ഉള്ളൂ. 1-2 തവണ ഒന്ന് കറക്കി ഇങ്ങെടുത്ത് വെച്ചാൽ മതി. ഇതുപോലെയൊക്കെ ഞാൻ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുക് ജസ്റ്റ് 1-2 തവണ ഒന്ന് പൾസ് അടിച്ചെടുത്ത് വെച്ചാൽ മതി. ഇതിനെ അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് കടുക് വറക്കാനുള്ളതുകൂടെ റെഡിയാക്കാം. ഞാൻ കടുക് വറുക്കുന്നതിനായിട്ട് ഞാൻ ഒരു 5-6 കൊച്ചുള്ളി ഇതുപോലൊക്കെ നല്ല സ്ലൈസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു 3-4 ഉണക്കമുളക്. അപ്പോൾ നമ്മുടെ പച്ചടി ഉണ്ടാക്കാനായിട്ട് ഇതുപോലൊക്കെ ഒരു പാന് അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇത് നമ്മൾ ആദ്യമേ ആ ഒരു ഉപ്പ് പുരട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ ബ്രിഞ്ചാളില്ലേ, അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. എണ്ണ ചൂടായി വരുമ്പോൾ നമ്മുടെ നേരത്തെ ഉപ്പ് പുരട്ടി വെച്ചിരിക്കുന്ന ബ്രിഞ്ചാളുണ്ടല്ലോ, അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പച്ചമുളകും ബ്രിഞ്ചാളും എല്ലാം ഇതുപോലൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഇടയ്ക്കൊക്കെ ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് നല്ലതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഇട്ട് കൊടുത്ത ബ്രിഞ്ചാളെല്ലാം ഇതുപോലൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഈ ഒരു എണ്ണയ്ക്കകത്തുനിന്ന് ഈ ഒരു ബ്രിഞ്ചാളെല്ലാം എടുത്ത് മാറ്റി വെക്കാം. അപ്പോൾ ആ സെയിം പാനിലോട്ട് തന്നെ ആ ഒരു വെളിച്ചെണ്ണ ബാക്കിയുള്ളതിലോട്ട് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും പിന്നെ മുളകും കറിവേപ്പില എല്ലാം കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇട്ട് കൊടുത്താൽ എല്ലാം ഒന്ന് നല്ലതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ, പച്ചടിയുടെ അരപ്പ്, അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ആ മിക്സിയുടെ ജാറ് കഴുകിയിട്ടുള്ള കുറച്ച് വെള്ളം കൂടെ ഞാൻ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പോട് ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ ആ ഒരു ബ്രിഞ്ചാളിനകത്തും കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതനുസരിച്ചിട്ട് വേണം ഇതിനിട്ട് കൊടുക്കാനായിട്ട്. 1/2 ടീസ്പൂണോളം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതെല്ലാം കൂടെ ചേർന്നിട്ട് ഒന്നുകൂടെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്, കണ്ടില്ലേ. അടച്ചൊന്നും വെക്കണ്ട, ഇതുപോലൊക്കെ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. കാരണം ഓൾറെഡി ബ്രിഞ്ചാൾ നമ്മുടെ വെന്തിട്ടുണ്ട്, ഫ്രൈ ചെയ്തെടുത്തല്ലേ. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് തൈര്, 1/2 കപ്പ് പുളിയില്ലാത്ത തൈര് ഇതുപോലൊക്കെ ഒന്ന് കലക്കി വെച്ചിട്ടുണ്ട്, അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം. തൈര് ഒഴിച്ചതിന് ശേഷം ഒരിക്കലും ചൂടാക്കാൻ നിൽക്കരുത്, അത് പിരിഞ്ഞു പോവും. ഇത്രയേ ഉള്ളൂ. നമ്മുടെ അടിപൊളിയായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ബ്രിഞ്ചാൾ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സമയം വേണമെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇട്ട് കൊടുക്കാം.
അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്തവണ ഓണത്തിന് ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എപ്പോഴും നമ്മൾ വെള്ളരിക്കയും കുമ്പളങ്ങയൊക്കെ വെച്ചിട്ടല്ലയോ നമ്മൾ പച്ചടി ഉണ്ടാക്കുന്നത്. ഇപ്പം അല്ലെ ബീട്രൂട്ട് പച്ചടി ഇത്തവണ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ റെസിപ്പീസ് ഇഷ്ടമുള്ള എല്ലാവരും പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്.